കേരള ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ഒരു അയ്യപ്പ സംഗമം നടത്തുകയാണ്. സെപ്റ്റംബർ 20-ന് പമ്പയിൽ വെച്ചാണ് പരിപാടി നടക്കുക. കോടതിയുടെ അനുമതിയോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. എന്താണ് ആഗോള അയ്യപ്പ സംഗമമെന്നും ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി നോക്കാം. ജിബിൻ, ആഗോള അയ്യപ്പ സംഗമം എന്താണ് ഈ പരിപാടി? ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു വിശ്വാസ സംഗമമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തെ നമ്മുടെ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ശബരിമലയുടെ വികസനവും ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള മേഖലയുടെ ഇനി തുടർന്നുള്ള കാലത്തെ വളർച്ചയും വിശ്വാസികൾക്ക് അവരുടെ ഓരോ ശബരിമല സീസണിലും അവർക്ക് വേണ്ടി ഒരുക്കുന്ന സൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ബന്ധപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിക്കാനും ആണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതായത് അയ്യപ്പ സംഗമം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. സെപ്റ്റംബർ 20-ന് പമ്പാതീരത്ത് വെച്ച് തുടങ്ങുന്ന പുലർച്ചെ രാവിലെ 6 മണിയോടെ പരിപാടികളൊക്കെ ആരംഭിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ കഴിഞ്ഞ ദിവസം ഈ കാര്യത്തെ പറ്റി വ്യക്തമായ വിവരണം നടത്തിയിരുന്നു. അതിൽ പറയുന്നുണ്ട്, ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള വിവിധ പരിപാടികളാണ് ഇവിടെ ചർച്ചയാകുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഒരു അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങൾ? നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ശബരിമല അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു ബ്രോഷർ നമുക്ക് നോക്കാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിലെ കാര്യപരിപാടികൾ, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പം നമുക്ക് 2 പേജിലൊരു ബ്രോഷറാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് കാണാം, അതിൻ്റെ ഇടതുവശത്ത് ഒരു 18-ാം പടിയുടെ ചിത്രമാണുള്ളത്. വലതുവശത്ത് ആഗോള അയ്യപ്പ സംഗമം എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു അയ്യപ്പൻ്റെ ഒരു ചിത്രമുണ്ട്. അയ്യപ്പൻ ഇങ്ങനെ 18-ാം പടിക്ക് മുകളിൽ ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട്. തത്വമസി എന്നൊരു ആലേഖനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ താഴെയായിട്ട് ഇവിടെ പറയുന്നത്, അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് തത്വമസി അത് നീയാകുന്നു എന്ന അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. പിന്നെ അതിനകത്തൊരു ഒരു ഇൻട്രോ പറയുന്നുണ്ട്. അതിനകത്തൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. എന്താണെന്ന് പറയുന്നുണ്ട്. വ്രതശുദ്ധിയുടെ തീർത്ഥാടന കാലത്ത് സർവ്വചരാചരങ്ങളും തുല്യരാണെന്ന പാഠമേകുന്ന ശബരിമല ലോകത്തിനാകെ മാതൃകയാണ്. അപരവൽക്കരണത്തിൻ്റെ വർത്തമാനകാലത്ത് മാനവികതയുടെ വേദിയൊരുക്കുക എന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശം. ഒപ്പം ശബരിമലയുടെ സമഗ്ര വികസനവും 2025 സെപ്റ്റംബർ 20-ന് പുണ്യവാഹിനിയായ പമ്പാതീരത്ത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർ സംഗമിക്കുന്ന ചടങ്ങിലേക്ക് അങ്ങേയും ഞങ്ങൾ ആദരവോടെ ക്ഷണിക്കുന്നുവെന്ന് ആണ് കൂട്ടിച്ചേർക്കുന്നത്. ഇതിനകത്ത് മന്ത്രി വി.എൻ. വാസവൻ്റെ പേരും അഡ്വക്കേറ്റ് P.S. പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പേരും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനിയിപ്പം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യപരിപാടിയിലേക്ക് കൂടെ പോകാം. രാവിലെ 8 മണിക്ക് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങും. രാവിലെ 8 മണിക്ക് രജിസ്ട്രേഷനുണ്ട്. 9 മണിക്ക് മേളം, പരമ്പരാഗത വാദ്യമേളങ്ങളെന്ന് ബ്രാക്കറ്റിൽ ചേർത്തിട്ടുണ്ട്. 10 മണിക്ക് ഈശ്വര പ്രാർത്ഥന, 10:10 സ്വാഗതം, 10:20 അധ്യക്ഷ പ്രസംഗം, 10:35 ഉദ്ഘാടനം, മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, 10:40 ഉദ്ഘാടന പ്രസംഗം, 11 ആശംസകൾ, 11:30 നന്ദി, 11:40 സമീപന രേഖയുടെ അവതരണം, 11:50 ഇടവേള, 12:20 രേഖ സംബന്ധിച്ച ചർച്ച 3 വേദികളിലായെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേദികൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വേദി 1, വേദി 2, വേദി 3. വേദി 1-ൽ ശബരിമല മാസ്റ്റർ പ്ലാൻ അവതരണവും പാനൽ ചർച്ചയും എന്ന വിഷയത്തിലാണ് ചർച്ച നടക്കുന്നത്. വേദി 2-ൽ സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട്, ആത്മീയ ടൂറിസം സർക്യൂട്ടാണ്, അതിനെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. വേദി 3-ൽ ശബരിമല തിരക്ക് ക്രമീകരണവും മുന്നൊരുക്കങ്ങളും എന്ന വിഷയത്തിലാണ് ചർച്ച നടക്കുന്നത്. അതിനുശേഷം 1:30 ഉച്ചഭക്ഷണമുണ്ട്. 2 മണിക്ക് സംഗീത പരിപാടിയുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ബ്രാക്കറ്റ് ചേർത്തിട്ടുണ്ട്. അയ്യപ്പ ഭക്തിഗാനങ്ങളെന്ന് പ്രത്യേകം പമ്പയിൽ നടക്കുന്ന ഒരു പരിപാടിയായതുകൊണ്ട് അവിടെ അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് നടക്കുന്നത് ആ സംഗീത പരിപാടിയിൽ. 3:20 ചർച്ചകളുടെ സമാഹരണം. 3:50 ഈ പരിപാടിയുടെ സമാപന സമ്മേളനം നടക്കും. അങ്ങനെ ഒരു ദിവസം ഏകദേശം ഒരു ദിവസം നടക്കുന്ന ഒരു പരിപാടിയാണ് ആഗോള അയ്യപ്പ സംഗമം. ഇക്കാര്യങ്ങളൊക്കെയാണ് ബ്രോഷറിൽ വിശദീകരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഏറെക്കുറെ 3000-ഓളം പേര് പങ്കെടുക്കുന്ന ചടങ്ങാണ് ആഗോള അയ്യപ്പ സംഗമം.
ഇതിൽ 4000 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുന്ന 3 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്താണ് ചർച്ച നടക്കുന്നത്. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ, പിന്നെ അതുപോലെ തന്നെ ടൂറിസം സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ശബരിമല ഭക്തർക്ക് ഉണ്ടാകുന്ന തിരക്കും കാര്യങ്ങളുമാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ശബരിമലയുടെ വികസനമാണ് ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ശബരിമലയുടെ ഭക്തർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം. ഈ ചർച്ചകളെ പ്രധാന കാര്യം ശബരിമല മാസ്റ്റർ പ്ലാനാണ്. എന്താണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാനും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും? ജിബിൻ പറഞ്ഞതുപോലെ 3 വേദികളിലാണ് ചർച്ച നടക്കുന്നത്. അതിൽ പ്രധാന മാസ്റ്റർ പ്ലാനാണ്. അപ്പോൾ നമുക്ക് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് നോക്കാം. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് എന്താണ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ എന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പം ഈ മാസ്റ്റർ പ്ലാനിനെക്കുറിച്ച് നിയമസഭയിൽ തന്നെ മുൻ ദേവസ്വം മന്ത്രി ഇക്കാര്യം വിശദമാക്കിയിട്ടുണ്ട്. ഒരു MLA-മാരുടെ ചോദ്യത്തിന് എന്താണ് ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന് ദേവസ്വം മന്ത്രി വിശദമാക്കിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പം ശബരിമലയിൽ ഉണ്ടാകുന്ന തീർത്ഥാടകരുടെ തിരക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള ആവശ്യകതയും പരിഗണിച്ച് ശബരിമലയുടെ വികസനത്തിനായി സുപ്രീം കോടതിയുടെ അനുമതിയോടെ കേന്ദ്ര സർക്കാർ വനഭൂമി ലഭ്യമാക്കുകയുണ്ടായി. ഇങ്ങനെ ലഭ്യമാക്കിയ വനഭൂമിയുടെ കൃത്യവും ദീർഘവീക്ഷണത്തോടു കൂടിയതുമായ ഉപയോഗം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. ഇതിലേക്കായി 2005 ഒരു കൺസൾട്ടന്റിനെ നിയോഗിച്ച് വിശദമായ പഠനം നടത്തി വിവിധ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് ശബരിമലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയുണ്ടായി. പ്രസ്തുത മാസ്റ്റർ പ്ലാൻ 2007 സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. സന്നിധാനത്തും പമ്പയിലും ക്ഷേത്ര സമുച്ചയങ്ങളിലുമുള്ള എല്ലാ നിർമ്മിതികളും ഒഴിവാക്കുക, തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി നിലയ്ക്കൽ ബേസ് ക്യാമ്പ് ആക്കുക, പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുക മുതലായവയാണ് മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് മാസ്റ്റർ പ്ലാനിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയേണ്ടത്. അപ്പം നമുക്ക് ഈ മാസ്റ്റർ പ്ലാനിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്തൊക്കെയാണ്, ഈ മാസ്റ്റർ പ്ലാൻ ഇപ്പം നടക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ നമുക്ക് അതും കൂടെ ഒന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ സഹായത്തോടെ 2006 ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. 2007 സംസ്ഥാന സർക്കാർ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു. അതോടൊപ്പം ഇനി ആണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ അത്രയാണ് ഇപ്പം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. അതായത് അന്നത്തെ ആ നിയമസഭാ സമ്മേളനത്തിൽ ദേവസ്വം മന്ത്രി കൊടുത്ത മറുപടിയായിരുന്നത്. നിലവിലെ മാസ്റ്റർ പ്ലാൻ പദ്ധതികൾ നടപ്പാക്കാൻ 2009 ഹൈക്കോടതി ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചിരുന്നു. എന്നാൽ ഇക്കോ ടൂർ സ്മാർട്ട് തയ്യാറാക്കിയ പ്ലാനിൽ നിരവധി പോരായ്മകൾ ഉണ്ടായിരുന്നതിനാൽ മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി പൂർണ്ണമായി അംഗീകരിച്ചില്ല. തുടർന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ പദ്ധതിയാണ് അംഗീകരിച്ചത്. ഇതാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് മാസ്റ്റർ പ്ലാനിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പം നമുക്കിപ്പം ഞാൻ പറഞ്ഞു, ഈ നമ്മുടെ ചർച്ചകളിൽ, ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ ചർച്ചകളിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് മാസ്റ്റർ പ്ലാനാണ്. ഇതിനകത്ത് തന്നെ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ചില പദ്ധതികളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഗണപതി കോവിലേക്ക് സുരക്ഷാ പാലം, സന്നിധാനത്ത് പുതിയ പ്രസാദ മണ്ഡപം, തന്ത്രി മേൽശാന്തി മഠങ്ങൾ ഉൾപ്പെടെയുള്ള തിരുമുറ്റം വികസനം, പിൽഗ്രിം അമ്യൂണിറ്റി സെന്റർ, നിലയ്ക്കൽ അടിസ്ഥാന താവളത്തിൽ സുരക്ഷാ ഇടനാഴി, റോഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ, അന്നദാന മണ്ഡപം ഉൾപ്പെടെ സന്നിധാനത്തെ പ്രധാന കെട്ടിടങ്ങൾക്ക് അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കൽ എന്നിവയാണ് പ്രധാനമായിട്ടും ഈ മാസ്റ്റർ പ്ലാനിൽ. ഇപ്പോൾ നമ്മൾ ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞ ടോപ്പിക് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് ചർച്ച ചെയ്യുന്ന പ്രധാന ടോപ്പിക്കാണ് ഇത്രയും കാര്യങ്ങൾ എന്നാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ ആഗോള അയ്യപ്പ സംഗമം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതാണെങ്കിൽ, ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട്. കോടതിയിൽ ഹർജികൾ പോയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കോടതി വിധിയുണ്ട്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞതെന്നും കൂടി നോക്കാം. ഈ ആദ്യം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ആദ്യം ഹൈക്കോടതിയിലാണ് ഒരു ഹർജി വരുന്നത്. അതിൽ സ്വാഭാവികമായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സർക്കാരിന് അനുകൂലമായിട്ടൊരു നിലപാടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ അയ്യപ്പ സംഗമം നടത്താം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിനുശേഷമാണ് ഈ വിഷയം വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുന്നത്. ഈ സുപ്രീം കോടതിയിൽ എത്തുമ്പോഴും ഹൈക്കോടതി നൽകിയ വിധി അല്ലെങ്കിൽ ഉത്തരവ് ഇവിടെ സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. അതിന് ഹൈക്കോടതി പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളെ ഏറെക്കുറെ സുപ്രീം കോടതി പിന്തുണയ്ക്കുകയും അത് അതേപടി പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, പ്രധാനമായിട്ട് പറയുന്നത് ഹൈക്കോടതി പറയുന്നത് അല്ലേ, ഹൈക്കോടതിയുടെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം പരിപാടി മൂലം ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനായിരിക്കുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം.
ഹൈക്കോടതിയുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം അയ്യപ്പ സംഗമം നടത്താൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അനുമതിയോടെയാണ് അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. അതായത് എല്ലാവിധ സുരക്ഷകളും പാലിച്ച്, കാരണം നമുക്കറിയാം ഈ പരിപാടി നടക്കുന്നത് ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാവിധ മുന്നൊരുക്കങ്ങളും അതുമായിട്ടൊരു ചട്ടങ്ങളും പാലിച്ച് തന്നെയാണ് പരിപാടി പോകുന്നത്. ചടങ്ങ് നടത്തുന്നതും അങ്ങനെ തന്നെയാണ്. അതിലൊന്നൊരു മാറ്റം ഉണ്ടാവില്ല. ഹൈക്കോടതി പറയുന്നതും സുപ്രീം കോടതി പറയുന്നതുമായ കാര്യങ്ങളും മറ്റും എല്ലാം ശരിവെച്ചാണ് പോകുന്നത്. പിന്നെ പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ചൊരു ചെറിയ രാഷ്ട്രീയ കുഴപ്പമുണ്ടായിരുന്നു. 7 കോടി രൂപയോളമാണ് പദ്ധതിക്കായിട്ട് പ്രതീക്ഷിക്കുന്ന ചെലവ്. ഈ ചെലവ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ട് എങ്ങനെ ഇത് ലഭിച്ചു എന്നുള്ള കാര്യം കോടതിയിൽ പിന്നാലെ ദേവസ്വം ബോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകമായിട്ട് എടുത്തു പറയാവുന്നൊരു കാര്യം. ഈ പിന്നെ ലഭിക്കുന്ന പണമുണ്ട്, അതായത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പണത്തിൻ്റെ ഉപയോഗത്തിലടക്കം എങ്ങനെ ഉപയോഗിക്കണം എന്നടക്കം ഉള്ള കാര്യങ്ങളിൽ നമുക്ക് വരും ദിവസങ്ങളിലെ ദേവസ്വം ബോർഡിൻ്റെ നിലപാട് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ജീവിതം അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേദി, ഈ വേദിയുടെ നിർമ്മാണ പ്രവർത്തികൾ, അതോടൊപ്പം ജർമ്മൻ പന്തൽ, ഇതിനെക്കുറിച്ച് കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അപ്പം 3 പ്രധാന കേന്ദ്രങ്ങളിൽ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിലാണ് ഈ ജർമ്മൻ ഹാങ്ങർ പന്തൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പമ്പ മണപ്പുറത്ത് ആണ് പരിപാടി നടക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ പരിപാടി നടക്കുന്ന പ്രധാന വേദിയുടെ വിസ്തീർണം 43,000 ചതുരശ്ര അടിയാണ്. അതോടൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 3,000 പ്രതിനിധികൾക്കാണ് ഇവിടെ ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. തറനിരപ്പിൽ നിന്ന് 4 അടി ഉയരത്തിൽ 2,400 ചതുരശ്ര അടിയിലാണ് ഈ പരിപാടി നടക്കുന്ന സ്റ്റേജിൻ്റെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഒരു ഗ്രീൻ റൂമുണ്ട്, ഒപ്പം മീഡിയ റൂമും ഒരുക്കിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതനുസരിച്ച് പമ്പയുടെ പവിത്രത കാത്തു സൂക്ഷിച്ച മണപ്പുറത്തിൻ്റെ സ്വാഭാവിക ഘടനയ്ക്ക് ദോഷം വരുത്താതെ പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് പന്തൽ നിർമ്മിച്ചിരിക്കുന്നത്. തറയിൽ നിന്ന് 1 അടി ഉയരത്തിൽ പ്ലൈവുഡിലാണ് പ്ലാറ്റ്ഫോം. ഹിൽ ടോപ്പിൽ 2 പന്തലുണ്ട്. പാനൽ ചർച്ചയ്ക്കായി 4,500 ചതുരശ്ര അടിയിലും ഭക്ഷണം കഴിക്കാനായി 7,000 ചതുരശ്ര അടിയിലുമാണ് ഇവിടെ പന്തൽ ഒരുക്കിയിരിക്കുന്നത്. പമ്പാ തീരത്തും ഭക്ഷണ സൗകര്യമുണ്ട്. ഇതിനായി 7,000 ചതുരശ്ര അടിയിൽ ജർമ്മൻ ഹാങ്ങർ പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പ്രദർശനമേള സംഘടിപ്പിക്കാനായി 2,000 ചതുരശ്ര അടിയിൽ മറ്റൊരു പന്തലുമുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ഈ പന്തലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം ഇവരാണ് നടത്തുന്നത്. സംഗമത്തിന് ശേഷം പന്തൽ പൂർണ്ണമായും അഴിച്ചു മാറ്റാൻ തന്നെയാണ് തീരുമാനം. അതോടൊപ്പം പമ്പയിലെ ശുചിമുറികളോടക്കം അറ്റകുറ്റപ്പണികളും പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം ഈ ആൾക്കാരെ എത്തിക്കാൻ വേണ്ടിയിട്ട് KSRTC പ്രത്യേക സർവീസുകൾ നടത്തുമെന്ന് കഴിഞ്ഞിടയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും അറിയിച്ചിരുന്നു. ഈ ആഗോള അയ്യപ്പ സംഘം വഴി നമുക്ക് സാമ്പത്തിക സഹായം ലഭിച്ചാൽ പോലും നമുക്കത് വിനിയോഗിക്കുന്നതിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. അതായത് ഹൈക്കോടതി അനുമതിയോടെ പ്രവർത്തിക്കുന്ന ശബരിമല മാസ്റ്റർ പ്ലാൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലേക്ക് തുക കൈമാറണം. അതാണ് ഇതിൻ്റെ അകത്തൊരു വേറെ പ്രധാനമായ വശം. അതുവഴി മാത്രമേ ഈ തുക വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പ സംഗമം ആയാലും പണം ചെലവിടുന്നതിന് പോലും വ്യക്തമായ കണക്കും കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തുന്നതുമായിരിക്കും. ജിബിൻ, അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം, ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതപ്പോൾ അതിന് മറുവശത്തായിട്ട് ഒരു ശബരിമല സംരക്ഷണ സംഗമം എന്ന പേരിൽ പന്തളത്ത് ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പം പന്തളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പന്തളം രാജകൊട്ടാര പ്രതിനിധികൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കത്തില്ലെന്ന് നേരത്തെ പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ ഇവിടെ ശബരിമല സംരക്ഷണ സംഗമത്തിൽ ഇവരുടെ സാന്നിധ്യമുണ്ട്. നമ്മളിപ്പം ഈ ശബരിമല കർമ്മസമിതി, ശബരിമല സ്ത്രീ പ്രവേശന ആ സമയത്ത് നമ്മൾ ഈ കേട്ടൊരു പേരാണ് ശബരിമല കർമ്മസമിതി. ആ കർമ്മസമിതിയാണ് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണത്. അപ്പോൾ ശബരിമല കർമ്മസമിതിയാണ് പന്തളത്ത് വെച്ചിട്ട് പരിപാടി നടത്തുന്നത്. ഇതിൻ്റെ ഒരു സംഘാടക സമിതിയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രസിഡൻ്റായിട്ടുള്ളത് പന്തളം രാജ്യപ്രതിനിധിയായ PN നാരായണ വർമ്മയാണ്. വർക്കിംഗ് പ്രസിഡൻ്റ് ആയിട്ടുള്ളത് വത്സൻ തില്ലങ്കേരിയാണ്. അപ്പോൾ സെപ്റ്റംബർ 22-ന്, അതായത് ആഗോള അയ്യപ്പ സംഗമം നടന്ന് 2 ദിവസത്തിനപ്പുറമാണ് ഈ ശബരിമല സംരക്ഷണ സംഘം എന്ന പേരിൽ പന്തളത്ത് വെച്ചിട്ട് ഈ സംഘപരിവാർ സംഘടനകളടക്കം നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പം ആഗോള അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമമാണ് ഈ പരിപാടി. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ പന്തളത്തെ ശബരിമല കർമ്മസമിതിയുടെ ആണ് ഇതിൻ്റെ നേതൃത്വം നൽകുന്നത്. സെപ്റ്റംബർ 22-ന് വെച്ചിട്ടാണ് പരിപാടി. പന്തളത്തെ സ്വാമിയപ്പൻ നഗറിൽ ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഭക്തജന സംഗമം നടക്കുന്നത്. ഇതിനകത്ത് ഇപ്പം നാടുകളിൽ നിന്ന് ഒരു ബസ്സുകളിൽ ആളുകളെ എത്തിക്കാനുള്ള പ്ലാനാണ് ഇവർ തയ്യാറാക്കുന്നത്.
ഓരോ നാടുകളിൽ ഇവരുടെ കേന്ദ്രങ്ങൾക്കെല്ലാം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഇവരെ എത്തിക്കുക, അങ്ങനെ വലിയൊരു ബദൽ പരിപാടി നടത്താനാണ് ഇവരുടെ നീക്കം. അതോടൊപ്പം ഇതിനകത്ത് പങ്കെടുക്കുന്ന മുഖ്യാതിഥി എന്ന് പറയുന്നത് BJP തമിഴ്നാട് സംസ്ഥാന മുൻ അധ്യക്ഷനാണ് K. അണ്ണാമലയാണ് ഇതിനകത്തെ ഈ പരിപാടിയിലെ മുഖ്യാതിഥി. വിശ്വാസത്തോടൊപ്പം വികസനം എന്നതാണ് ഇവിടുത്തെ ഈ പരിപാടിയുടെ സമ്മേളന സന്ദേശം. 2 ഘട്ടമായാണ് പരിപാടി നടക്കുന്നത്. രാവിലെ ശബരിമല വിശ്വാസം, വികസനം, സുരക്ഷ എന്നീ വിഷയത്തിലാണ് സെമിനാർ. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് നടക്കുന്നത് പോലെ തന്നെയാണ് ആ സെയിം ഒരു തീമാണ് ഇവരും നടപ്പാക്കുന്നത്. സെപ്റ്റംബർ 22 ആ പരിപാടി നടക്കുകയാണ്. അപ്പം അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം ഒരു വശത്ത് നടക്കുന്നുണ്ട്, മറുവശത്ത് ശബരിമല സംരക്ഷണ സംഗമവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചർച്ചകൾക്ക് ശേഷം ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങളൊക്കെ എത്രത്തോളം നടപ്പാക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.